ചൂട്, നല്ല ചൂടാണ് ഇവിടെ. ചെടികൾക്കൊക്കെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖമായിട്ടിരുന്നോളൂ. മണി പ്ലാന്റ്സ് ആണ് കേട്ടോ. പോയിട്ടുണ്ട്. ഒരു കുഞ്ഞി നല്ല തിക്കായിട്ടാണ് ചെടികൾ നിൽക്കുന്നത്. ഇത് സെങ്കൂലിയും പിന്നെ ടോമിക്കുട്ടൻ നിൽക്കണ കണ്ടോ അവിടെ. ഗാർഡൻ്റെ ഉള്ളിലാണ് ടോമിക്കുട്ടനും മാഗി കുട്ടിയും നിൽക്കുന്നത്. പിന്നിലും ഉണ്ട് അവർക്ക് ഒരു കൂട് കേട്ടോ. 2 കൂടുണ്ട് ഓരോരുത്തർക്ക്. അപ്പം മുമ്പിലും നിൽക്കാം, പിന്നിലും നിൽക്കാം. അവർക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നനയ്ക്കണതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അത് മന്ദാരമാണ്, വെള്ളമന്ദാരം. തേക്കുണ്ടായിട്ടുണ്ട് കേട്ടോ നിറച്ച്. കുറേ ഞന്നിട്ട് വെട്ടി കാണുന്നു. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ കുറേ ചെത്തിയുടെ തൈകൾ ഇവിടെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചെണ്ടുമല്ലി തൈകൾ നടണമെന്നുണ്ട്. അപ്പോൾ നിറച്ച് പൂക്കളുണ്ടാവുമല്ലോ. ഇത് നമ്മുടെ നാടനുണ്ട ചെമ്പരത്തിയുടെ തയ്യ. പൂവ് അപ്പുറത്തേക്കാണ് നിൽക്കണേ. എല്ലാത്തിനും ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ഒരു നനവ് നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അത് ഫ്രഷായിട്ട് നിൽക്കും. ഇത് നമ്മുടെ പാം ട്രീയാണ്. നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇവരൊക്കെയുള്ള കാരണം ചൂട് ഒരുപാടുണ്ടെങ്കിലും നമുക്കിവിടെ ചൂടില്ല, നമുക്ക് തണവാണ്. എന്നാലും ഞാൻ ഈ മണ്ണ് ഉണങ്ങണ ഡ്രൈ ആയി വരികയെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വേഗം നനയ്ക്കും. കാരണം ഇവർ ചൂട്ടത്തല്ലേ നിൽക്കുന്നത്, നമുക്ക് തണവ് തന്നുകൊണ്ട്. അതുകൊണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഞാൻ പലതരത്തിലുള്ള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ചില വീടുകളിലും പിന്നെ ചില റിസോർട്ടിലൊക്കെ കാണാറില്ലേ നമ്മൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്കിവിടെ കൂടുതൽ ഗ്രീനറിയാണ്, നല്ല ഗ്രീനറിയാണ് ഇവിടെ. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഒരുപാട് ഇങ്ങനെ ഇല്ല ഫ്ലവേഴ്സ്. എന്നാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇലയിലേക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രസമായിട്ട് ഫ്രഷായിട്ട് നിന്നോളും. അങ്ങനെ നല്ല രസമായിട്ട് നിൽക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഗേറ്റിൽ കൊക്കിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അവിടെ നനയ്ക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. വെള്ളം മാത്രമല്ല, പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇരിക്കണം നോക്കി. എന്തല്ലേ, ഞാൻ കൊക്കിൻ്റെ സ്റ്റാച്ചു വെച്ച പോലെയല്ല അവനിരിക്കുന്നത്. പെട്ടെന്ന് കാണില്ല. എന്താ അവനിവിടെ തെങ്ങിന് നനയ്ക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വരും. അതിൽ പ്രാണികളൊക്കെ പറക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് തിന്നും. അതിനായിട്ട് വരുന്നതാ. നല്ല സ്ഥലത്തല്ലേ പോയിരിക്കുന്നത്. നല്ല പരിചയം കേട്ടോ കൊക്കിന്. നമ്മളതിനെ പറന്നു പോകുമെന്നും അറിയില്ല. നോക്കാം, കുറച്ചും കൂടി അടുത്ത് പോയിട്ട് അവനെ കാണുമെന്ന്.
വെള്ളം പോകുന്നുണ്ടേ. തെങ്ങിന് വെള്ളം നനയ്ക്കാം. കുറേ പറന്നു വന്നു ഇങ്ങനെ വെള്ളം നനയ്ക്കുമ്പോൾ. ഇതൊക്കെ ഒരു നല്ല കാഴ്ചകളാണ് ശരിക്കും. ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ അവൻ ആ വഴിക്ക് പോവാണ് കേട്ടോ. അവൻ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു അവൻ്റെ ഫോട്ടോ എടുക്കുന്നത്. വരിക പേടിക്കണ്ട കേട്ടോ, ഞാൻ ഒന്നും ചെയ്യില്ല. ഭോഗം വിലാസം നിൽക്കണണ്ട, നല്ല ഭംഗിയില്ലേ. നേരെ പോകണ്ട. ചെമ്പത്തി ഇത് കൊങ്ങ് ഡാലിയ ഉണ്ടായതൊക്കെ ഉണങ്ങി ഇങ്ങനെയായി തുടങ്ങി. ഇത് നമ്മുടെ മധുമാലി ഒരു ചെമ്പരത്തി കണ്ടോ. ചെറ്റി നിറച്ച് പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പൊടി പോലെ ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതിന് മരുന്ന് കളിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അത് പൂവുണ്ടായി മുട്ടിട്ട് വരുന്നുണ്ട്. നമ്മുടെ കടലാസ് പൂവ് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചതാട്ടോ. 300 രൂപയായി ഇതിന് വില. പിന്നെ നമ്മുടെ റോസ്, കാശ്മീർ റോസാണത്. മധുമാലതി ഇങ്ങനെ മുട്ടിട്ട് വരുന്നുണ്ടെന്ന് അറിയേ. ഇതൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് മധുമാലതി. ഇത് നമ്മുടെ ജത്രോപ്പ പാൻറ്റ, ജത്രോപ്പ. അവിടെ മെലസ്റ്റോമ വെക്കുന്നുണ്ട്. ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ എന്നും വിരിയുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത് വിത്താണ്, വിത്ത് ആയിട്ട് ഉണ്ടാവണതാണ്. നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ചട്ടിയിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ റോസ് ഇത് നമുക്ക് കട്ട് ചെയ്യാറായി. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഉണങ്ങിയത് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് പുതിയത് വരുള്ളൂ. ഇത് നമ്മുടെ ബേബി പിങ്ക് റോസായിരുന്നു. ചട്ടിയിലാണ് ഇതിനൊക്കെ വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്ത് കളയുമ്പോൾ അത് പുതിയത് പൊടിച്ച് വരും. അതൊക്കെ കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശ്രീലങ്കൻ മുല്ലയാണത്. പിന്നെ ഇത് വേറൊരു ബോഗൺവില്ലയാണ്. റെഡ് തന്നെയാണെന്ന് പറഞ്ഞത്, പക്ഷെ വേറെ ഏതൊരു റെഡാണത്. ഇത് പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന പൂവാ ബോഗൺവില്ല. ഇതിപ്പോൾ ഇതേ പൂവുണ്ടായി വരുന്നു കണ്ട. ലോറ പെറ്റലം ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വെച്ചതാ. മുല്ല പിന്നെ മുട്ടിടാറായോന്ന് അറിയില്ല. കൃഷി വലുതായി വരുന്നുണ്ട്. ഇവൻ എത്ര കാലമായിന്നറിയോ ഇവൻ പൂവുണ്ടാവണേ ഇല്ല. എന്ത് വളർത്ത് കൊടുത്താലും കശി മിണ്ടാതിരിക്കും. എനിക്കറിയില്ല ഇതെന്താ സംഭവമെന്ന്. അങ്ങനെയാണ് നമ്മുടെ ഗാർഡനൊക്കെ. ഇങ്ങനെയാണ്. ഇതൊക്കെ ഒന്ന് ഭംഗിയിൽ സെറ്റ് ചെയ്യണം. എല്ലാം കൂടി എനിക്ക് തനിച്ച് പറ്റില്ലല്ലോ ഒറ്റയടിക്ക്. കുറേശ്ശെ ഞാൻ ചെടികൾ വെച്ച് വരികയാണ്. ലോൺ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ വിട്ടു. അതിനൊക്കെ നല്ല വെയിൽ വേണം.
ഇവിടെ എനിക്ക് വെയിൽ വളരെ അവിടെ ഇവിടെയായിട്ടാണ് വെയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോൺ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ തുളസീനി ഞാൻ വിത്ത് അത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്കത് പാവി കൊടുക്കാം. തുളസി വിത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ മുറ്റത്ത് അവിടെ ചെടികളുടെ ഇടയിൽ ഇട്ട് വയ്ക്കും. ഈ കതിര് വന്നാൽ എന്താണെന്നറിയോ, പെട്ടെന്ന് തന്നെ തുളസിക്ക് ഇത് വന്ന് പോകും. അതുകൊണ്ട് കതിര് വരാൻ ഞാൻ സമ്മതിക്കാറില്ല. കതിര് കണ്ട അപ്പയ്ക്കപ്പം ഞാൻ ഈ കതിര് പൊട്ടിച്ചങ്ങ് കളയുമെന്ന് പറഞ്ഞാൽ പാവും. അപ്പോൾ അവിടെയൊക്കെ മുളയ്ക്കും തുളസി. നല്ല മണമാണ് കേട്ടോ തുളസിക്ക്. ഈ കതിരൊക്കെ നമുക്ക് അങ്ങനെ പൊട്ടിച്ച് വരുമ്പോൾ അത് നല്ല തിക്കായിട്ട് പിന്നെ വരും ചെയ്യും. ഇത് നമ്മുടെ രാമതുളസിയാണ്. രാമതുളസീനെ ഞാനിങ്ങനെ കതിര് പൊട്ടിച്ച് അവിടെ അപ്പുറത്ത് ചെടികളുടെ ഇടയിൽ കൊണ്ടുപോയി പാകും. രാമതുളസിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് ഗാർഡനിൽ. അതിൻ്റെ അടുത്ത് പോയി ഒരു ഇല തൊട്ടാൽ മതി, അപ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ്. ഇതൊക്കെ കുറേ പൊട്ടിച്ചിട്ട് പിന്നെ വീണ്ടും പൊടിച്ച് വരുന്നതാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കിതിവിടെ ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ തുളസി മുളച്ചോളും. മധുമാലതി എനിക്ക് നല്ല പൂവാട്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ് മധുമാലതി. പിന്നെ ഇവിടെയാണ് കനകാംബരം ഉണ്ട്. കനകാംബരത്തിൻ്റെ വിത്താണിത്. പക്ഷെ പാവിട്ട് മുളച്ചൊന്നുമില്ല. കനകാംബരം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നിൽക്കുന്നുണ്ടായിട്ടുണ്ട്. ഇത് മണിമുല്ല ഞാൻ ചട്ടിയിൽ നട്ടതാണ്. അവിടെ കയറുന്നുണ്ട് മുകളിലേക്ക്. പിന്നെ ഒന്നുകൂടിയും നല്ല സ്ഥലം കണ്ടുപിടിച്ച് ഒതുക്കി വളർത്തണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അല്ലാണ്ട് പടർത്താനായിട്ട് പറ്റില്ല. ജത്രോപ്പ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇത് പിച്ചകം പൂവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിരുന്നു ഞാൻ. ഇതാ മുട്ടിട്ട് വന്നിട്ടുണ്ട്. കണ്ട മുട്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് സെൻറ്റ് ജോൺസ് ക്രീപ്പർ. വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇതിന്, മറന്നുപോയി. ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാം. നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാൻ. മണമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇത് നമ്മുടെ മരമുല്ലയാണ്. നിറച്ച് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പൂക്കളുടെ ബെഡ് തന്നെ അത് ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളും പാം ട്രീ. ഇതിൻ്റെ ഉള്ളിൽ കാലത്ത് നല്ല രസമാണ്. പലതരത്തിലുള്ള ബേർഡ്സൊക്കെ വന്നിട്ട് നല്ല മ്യൂസിക്കൽ സൗണ്ടാണ് ബേർഡ്സിൻ്റെ. ഇങ്ങനെ ഇത്രയും പ്ലാന്റ്സൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കണ കാരണം ഇപ്പോൾ ചൂടെന്ന് പറയുന്നത് തീരെ എടുക്കില്ല ചൂട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഗാർഡൻ വിശേഷങ്ങൾ. നാടൻ ചെടികളും എല്ലാ ചെടികളും കണ്ടതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഒന്നുകൂടിയും എപ്പോഴും ഇതിങ്ങനെ പുതിയ ചെടികൾ, പഴയ ചെടി പോകുമ്പോൾ പുതിയ ചെടി വയ്ക്കും. അങ്ങനെ പോകും. പക്ഷെ നല്ല കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ ചെടികളൊക്കെ വീട്ടിലുള്ളത്. അത് നമ്മുടെ പാരിജാതമാണ് നിൽക്കുന്നത്. നിൽക്കുന്നത് പാരിജാതമാണ്. അങ്ങൊരു മുട്ടൊക്കെ ഇട്ട് തുടങ്ങി നിറച്ച് പൂവുണ്ടാവും ഇതിൽ. അത് പവിഴമല്ലിയാണ് അവിടെ നിൽക്കുന്നത്. മനസ്സിലായി? എന്തൊക്കെ പൂക്കൾ കണ്ടോ? ആ മഞ്ഞ പൂവുണ്ട്, എന്ത് രസമാണ് കാണാൻ. നിറച്ചുണ്ടായിട്ടുണ്ട് പൂവ്. ഞാൻ വളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ചാണകവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഞാൻ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. നിറച്ച് പൂക്കളുണ്ട് ഇവിടെ. ഇലകളും കൂടുതലുണ്ട്. എല്ലാതരം പൂക്കളും ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇവിടേക്ക് സൂര്യൻ എത്തുമ്പോൾ കുറച്ച് നേരം പിടിക്കും. വെളിച്ചം മാത്രമേ ആദ്യം വരുള്ളൂ. സൂര്യൻ എത്തുമ്പോൾ ഒരു 11:30 മണിയാവും ഈ സൈഡിലേക്ക് സൂര്യൻ വരുമ്പോൾ. പിന്നിലായിരിക്കും സൂര്യൻ. ഇത് പടിഞ്ഞാറ് വശമാണ്, അതുകൊണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും കൂടുതൽ എൻ്റെ വിശേഷങ്ങൾ വീഡിയോസൊക്കെ കിട്ടാനും അറിയാനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.